അഭിചാരകർമ്മത്തിൻ്റെ ഒരൈറ്റമായ കൈവിഷം എന്നുള്ള ആ ഒരു തിന്മയുടെ പ്രവൃത്തി, അതേക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ ഈശോയെ അങ്ങ് അവസരം നൽകി ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. അങ്ങയുടെ ദീപികാരൻ്റെ സാന്നിധ്യം ഒപ്പമെടുത്തങ്ങ് ആശീർവദിച്ച് അതിൻ്റെ മേലങ്ങ് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരം, പാവമനത്തിനാണ് ഞാൻ മുറിക്കുന്ന എൻ്റെ ശരീരം, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അങ്ങനെ അപ്പത്തിൻ്റെ മേൽ അങ്ങ് വാക്കുകൊണ്ട് അങ്ങയുടെ ശക്തി ആവഹിച്ച് അങ്ങയുടെ തിരുശരീരം തിരുരക്തമാക്കി മാറ്റി. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇപ്രകാരം ചെയ്യുവനെന്ന് പറഞ്ഞു. ഓരോ ദിവസവും അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ആത്മീയ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നല്ലോ. അങ്ങ് നൽകിയ അധികാരത്തിനും കൽപ്പന അനുസരിച്ചും സഭയിൽ അങ്ങയുടെ അഭിഷക്തരപ്പമെടുത്ത് അങ്ങയുടെ വചസ്സുകളെ പറഞ്ഞ് ആശീർവദിക്കുമ്പം പരിശുദ്ധാത്മാവ് ആവഹിച്ച് ആ അപ്പത്തെ അങ്ങയുടെ ശരീരം രക്തമാക്കി വിഞ്ഞിനെ അങ്ങനെ രക്തമാക്കി മാറ്റുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അനുഭവമാണ്. ഈശോയുടെ മറുവശത്തിൻ്റെ സാധ്യതയാണല്ലോ കൈവശത്തിന് ഭക്ഷണപദാർത്ഥങ്ങളിൽ തിന്മയുടെ ശക്തി ആവഹിപ്പിച്ചിട്ട് അത് കഴിക്കാൻ കൊടുക്കുക വഴി പൈശാചികമായ സ്വാധീനങ്ങൾ കെട്ടുകളും മറ്റൊരുക്കി കൊടുക്കാനുള്ള ശ്രമം. ഈശോയെ അങ്ങയുടെ ദീപികാരം നിരന്തരം സ്വീകരിക്കുന്നവരാണല്ലോ ഞങ്ങളും. ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നിരന്തരം അപ്പം തരുന്നല്ലോ. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ മുദ്ര പതിച്ച അപ്പം, തിരുനാമം IHS യേശൂസ് ഹോമിനോര് സൽവാത്തോർ, ഈശോ മനുഷ്യവർഗം മുഴുവൻ്റെ രക്ഷകൻ എന്നുള്ള അക്ഷരങ്ങൾ പതിച്ച അപ്പം അങ്ങയുടെ മനസ്സനുസരിച്ച് ആശീർവദിച്ച് അങ്ങ് കിട്ടുന്നതിൻ്റെ ശക്തി കർത്താവ് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഈ അപ്പം ഞങ്ങൾക്ക് എന്നും അങ്ങ് ഞങ്ങൾ ഭക്ഷിക്കാനായിട്ട് നൽകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ സമ്പൂർണ്ണ വിശുദ്ധീകരണ സ്പർശനം അങ്ങ് തരികയാണല്ലോ. ഞങ്ങൾ ഭക്ഷിക്കുന്ന അപ്പം, ഞങ്ങൾ കുടിക്കുന്ന വീഞ്ഞ്, ഞങ്ങളുടെ തിരുരക്തം, ഈ തിരുശരീരക്തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് അത് അലിഞ്ഞിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ ശക്തി പ്രസരിക്കുമ്പോൾ സകലവിധ പൈശാചിക സാന്നിധ്യ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ചിന്തിച്ചത് കൈവശം വരെ സകല സ്വാധീനങ്ങളെ കെടുത്തിക്കളയാൻ ശക്തി മുഴുവൻ അതിലുണ്ടല്ലോ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ അങ്ങയുടെ ദിവ്യകാരുണ്യം വഴി അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സഹായത്തിൻ്റെ ആഴം ബൈബിളിൽ എന്തുമാത്രമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. പലപ്പോഴും ഞങ്ങൾ എത്ര യാന്ത്രികമായിട്ടും ഒരു വിശ്വാസവും ബോധ്യം ഇല്ലാതെയുമാണ് കുർബാന സ്വീകരിക്കാൻ അറിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഞങ്ങൾ കുർബാന സ്വീകരണം എന്തുമാത്രം അവഗണിച്ച് മുടക്കി കളഞ്ഞിരിക്കുന്നു. ഈശോയെ ഇനി മുതൽ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഒരു ദിവസം പോലും പറ്റുമെങ്കിലും മുടങ്ങാതെ ഞങ്ങൾ അർത്ഥാഹാരെങ്കിലും അണഞ്ഞ് ഞങ്ങളുടെ ദീപികാരനെ സ്വീകരിച്ചു കൊള്ളാം. അതുവഴിയായിട്ട് ഞങ്ങളുടെ ശരീരം മുഴുവൻ അങ്ങയുടെ സ്പർശനത്തിൽ കുതിരട്ടെ. സകല തിന്മയുടെ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് കൈവശം പോലെയുള്ള ആഭിചാര കർമ്മങ്ങൾ വഴി കടന്നു വരുന്ന സകല സ്വാധീനങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ ഇടവരട്ടെ. വന്നു പോയിരിക്കുന്ന സകല ദുസ്വാധീനം കെട്ടുപോകാൻ ഇടവരികയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണപദാർത്ഥത്തെയും കുടിക്കുന്ന ഓരോ പാനീയവും അങ്ങയുടെ കുരിശിൻ്റെ മുദ്രയ്ക്ക് ഞങ്ങൾ ഇനി മുതൽ കീഴ്പ്പെടുത്തിക്കൊള്ളാം. കുരിശിലൂടെ അങ്ങ് നേടിയെടുത്ത രക്ഷ, ആ ശക്തി കർത്താവെ കുരിശടയാളം വഴി ആ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം കടന്നു ചെന്ന് ഞങ്ങളിലേക്ക് കടക്കാവുന്ന സകല തിന്മകളെ പ്രതിരോധിക്കട്ടെ, കെടുത്തി കളയട്ടെ. മാമോദീസ വഴിയും വീട് വെഞ്ചരിപ്പ് വഴിയും കുരിശടയാളം വഴിയും ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന സംരക്ഷണം, സത്തയില്ലാത്ത ഭക്ഷണം വഴി, പ്രാർത്ഥനയില്ലാത്ത ഭക്ഷണം വഴി തകർന്നു പോകരുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കോവിഡ് ബാധയില്ലാത്ത സംസ്ഥാനത്തിലേക്ക് അല്ലെ ജില്ലയിലേക്ക് പുറത്തുനിന്ന് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും പരിശോധന വിഷയമാക്കി വളരെ ഗൗരവത്തോടെ സ്കാൻ ചെയ്ത് സകല വൈറസ് സാധ്യതയും ഒഴിവാക്കിയിട്ട് മാത്രം കടത്തിവിടുന്ന പോലെ ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക് ഈശോയെ ഭക്ഷണ പദാർത്ഥങ്ങൾ വഴി ഒരു തിന്മയും കടന്നു വരാതിരിക്കട്ടെ. ഈശോയെ, എത്രയോ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണെന്ന് അങ്ങ് പഠിപ്പിച്ചല്ലോ. ആസക്തിയുടെ ഒരു നോട്ടം, കോപത്തിൻ്റെ ഒരു വാക്ക്, വ്യർത്ഥതയുടെ ഒരു സംസാരം, ഈശോയെ എത്രയോ ഗൗരവമാണ് അങ്ങേക്ക് കുഞ്ഞു കാര്യങ്ങൾ പോലും അവിടെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശ്വാസം സ്വീകരിക്കുന്നു. അതിൻ്റെ കരുത്ത് സംരക്ഷണം അനുഭവമായിട്ട് തീരട്ടെ. കർത്താവായ ഈശോയെ, കത്തോലിക്കാ സഭയിലെ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാ രൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ ഈ വിശുദ്ധ അർത്ഥാരെയെങ്കിലും ഞങ്ങളുടെ പരമവിശുദ്ധമായ ദീപികാരുടെ സാന്നിധ്യം കാര്യങ്ങളെ സംഭവിച്ചുകൊണ്ട് ഈ ദാസനെ മക്കളുടെ മേൽ ഞങ്ങളുടെ ആശീർവാദം നൽകുന്നു. ഈ മക്കൾക്ക് ഓരോരുത്തർ കൊടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്ന തിരുമന സഹകരിക്കുന്ന കൃപാവരം മുഴുവനും ഈ ആശീർവാദത്തിലൂടെ മക്കളിലേക്ക് ഒഴുകി നിറയട്ടെ.
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മക്കൾ ഓരോരുത്തരെയും കർത്താവ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, നമ്മൾ ഓരോ പ്രിയപ്പെട്ടവരോടും കൂടെ, എല്ലാ നിയോഗങ്ങളോടും കൂടെ, ലോകം മുഴുവനും ഈ നാളിൽ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, നിസ്സഹായത അനുഭവിക്കുന്ന സകല മക്കൾ സഹോദരങ്ങളോടും കൂടെ വളരെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പരിത്യാഗങ്ങൾ സമർപ്പിച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.